എന്തായി തീരുമാനം? എന്താ മോളെ കേട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറ്റത്തില്ല. എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാനും ബുദ്ധിമുട്ടുണ്ട്. IPL-ആണോ? എല്ലാത്തിനും കാരണം നിന്റെ ഈ കുടിയാ. ഈ ഒരു ബോഡി ഏകദേശം 2 മണിക്കൂർ മുമ്പെയാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ആരാണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല ഇതുവരെ. ഉന്നത ഉദ്യോഗസ്ഥർ സ്പോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു കാരണവശാലും മീഡിയ സ്പോട്ടിലേക്ക് കയറ്റുകയോ ഡീറ്റെയിൽ ഷെയർ ചെയ്യുകയോ ചെയ്യരുത്. എനിക്ക് ഓർഡറുണ്ട്. ഓക്കെ, ഓവർ. അപ്പോ ഗോപാലൻ ചേട്ടനാണ് സാക്ഷി? അതെ സാറേ. ചേട്ടൻ ശരിക്കും എന്താണ് കണ്ടത്? സാറേ, രാത്രിയിൽ എനിക്ക് കാപ്പി കച്ചവടമാണ് ജോലി. ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ആ വളവിലൊരു വണ്ടി കിടക്കുന്നത് കണ്ടു സാറേ. ഞാൻ അടുത്തെത്തുമ്പോഴേക്കും 2 പേര് ഒരാളെ വണ്ടിയിൽ നിന്നെടുത്ത് പുറത്തേക്ക് ഇടുന്നത് കണ്ടായിരുന്നു. ആരാ എന്താന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവര് വണ്ടി എടുത്ത് പൊക്കളഞ്ഞു സാറേ. ഇനി അവരെ കണ്ട തിരിച്ചറിയോ? തിരിച്ചറിയാൻ പറ്റൂല. ചെറിയ വെട്ടമാണ് ഉണ്ടായിരുന്നത്. തിരിച്ചറിയാൻ പറ്റൂല സാറേ. എത്ര മണിക്കാണ് സംഭവം? സാർ, ഏകദേശം 1 മണിയുടെ അടുത്താണ് സംഭവം. ഒരു ഗോപാലനാണ് സാക്ഷി. അവർ വന്ന് വണ്ടി ഐഡന്റിഫൈ ചെയ്തോ? സാർ, ഒരു വൈറ്റ് കളർ ഒന്നിയായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ആളെ കണ്ട തിരിച്ചറിയാമെന്നാണ് അയാൾ പറയുന്നത്. ബോഡി ഐഡന്റിഫൈ ചെയ്തോ? ആ സാർ. അയാളുടെ വീട്ടിൽ വിവരങ്ങൾ അറിയിച്ച് മറ്റു പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് വേഗത്തിലാക്ക്. സാർ, ഐ ഡി കാർഡിലെ നമ്പർ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. അഡ്രസ്സ് കയ്യിലില്ലടോ. ഒന്ന് നേരിട്ട് എന്ന് വിവരം അറിയിക്കേ. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഭർത്താവിന്റെ മൃതദേഹം റോഡരികിലും ഭാര്യയുടെ മൃതദേഹം അവർ താമസിക്കുന്ന ഫ്ളാറ്റിലും കണ്ടെത്തിയ നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിന്റെ കേസ് അന്വേഷണത്തിനായി ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം.
സർ കൊലപാതകി ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് കൊലയാളികൾ സംശയം? സർ പ്ലീസ് സർ 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 പ്ലീസ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എനി സോൾഡ് എവിഡൻസ്? സർ, കൊലയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺ കറിക്കത്തി ആകാനാണ് ചാൻസ്. നമുക്ക് സ്പോട്ടിൽ നിന്ന് ലഭിച്ച കത്തിയിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട്. മേ ബി അത് കൊല്ലപ്പെട്ട ആളുടെ തന്നെ ആവാം. പിന്നെ സർ, ഈ ടീപ്പോയിലും കുറച്ച് ബ്ലഡ് സ്പോട്ട് ഉണ്ട്. അതുപോലെ തന്നെ താഴെയും ബ്ലഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൂടുതൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ സർ. എനി മോർ ക്ലൂസ്? സർ, ഈ മരിച്ച പെൺകുട്ടിയുടെ കഴുത്തിൽ നഖം കൊണ്ടതിൻ്റെ കുറച്ച് പാടുകളുണ്ട്. മേ ബി അത് റേപ്പ് അറ്റംപ്റ്റിലുള്ള ചാൻസ് ആവാം. പക്ഷേ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സാർ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. സർ. ആ സെക്യൂരിറ്റിയുടെ ബോധം തെളിഞ്ഞു? ഇല്ല സർ. ഓക്കെ, യു പ്രൊസീഡ്. ഓക്കെ സർ. നാടിനെ നടുക്കിയ കഴക്കൂട്ടത്തെ കൊലപാതക കേസിന് പിന്നാലെയാണ് കേരളം മുഴുവൻ. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ എല്ലാം. സർ, നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകങ്ങളെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ഈ കൊലപാതകങ്ങൾ നടന്നിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എൻ്റെ പുറകെയാണ്. വളരെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള നോർത്ത് CI സാജനാണ് ഇതിന് അന്വേഷണ ചുമതല. ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. സോ നോ മോർ കമന്റ്സ്. സംശയിക്കുന്നുണ്ടോ? അപ്പോൾ എന്തായാലും ഈ കേസിന്റെ പിന്നാലെയുള്ള കാര്യങ്ങൾ ഉടനെ അറിയുമെന്നാണ് പ്രതീക്ഷ. സർ, ഇത് റോഹൻ. റോഹനായിരുന്നില്ലേ ഓടി ആദ്യം കണ്ടത്? അല്ല സർ, ആളുകൾ അറിഞ്ഞ് ഓടിക്കൂടുന്ന ബഹളം കേട്ടാ ഞങ്ങൾ അറിഞ്ഞത്. ഫൈസലും റൂബിനും തമ്മിൽ ഉടക്കായിരുന്നു അല്ലേ? അങ്ങനെ ഉടക്കൊന്നുമില്ലായിരുന്നു സാർ. പിന്നെ നമ്മുടെ പ്രൈവസിലാകുന്ന തരത്തിൽ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ നിന്ന് ഒച്ചപ്പാടും ബഹളം വന്നപ്പോൾ ഞാനൊരു പരാതി കൊടുത്തിരുന്നു. ഞാൻ മാത്രമല്ല പരാതി കൊടുത്തത്. ഈ പരാതി കൊടുത്തവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടോ? ഇല്ല സർ, ഞങ്ങളങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാറില്ല. ഓഹോ, ഈ സ്നേഹയും റൂബിനും മറ്റുള്ളവരുമായി അത്ര ചേർച്ചയിലായിരുന്നില്ല അല്ലേ? അപ്പുറത്തെ ഫ്ലാറ്റിലെ കിരണുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു. അതെങ്ങനെ നിനക്കറിയാം? അവരെന്നോടല്ലേ സംസാരിക്കണേ? അവര് പറയട്ടെ. യെസ്, പറയേ. റൂബിനും വൈഫും തമ്മിലിടയ്ക്ക് പ്രശ്നമൊക്കെ ആയപ്പോ ഈ കിരണ വന്ന് സോൾവ് ചെയ്ത്. നിങ്ങളെപ്പോഴാ സ്നേഹയെ അവസാനമായി കണ്ടത്? ഒരു 1.5 ആഴ്ചയായി കാണും സർ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അതെന്താ ഓർമ്മയില്ലാത്ത? ഇവിടെ എല്ലാവരും പറയുന്നത് നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്നാണല്ലോ. ശരിയാ സാറേ, ഞാനും സ്നേഹയും ഒന്നിച്ച് പഠിച്ചവരാ. പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെച്ചാ ഞാൻ അവളെ വീണ്ടും കാണുന്നത്. ഒന്നിച്ച് പഠിച്ചവർ തമ്മിലുള്ള ഒരടുപ്പം അല്ലാതെ വേറൊന്നുമില്ല. ഇന്നലെ റൂബിന്റെ ഫ്ലാറ്റിൽ നിന്ന് ശബ്ദം എന്തെങ്കിലും കേട്ടിരുന്നോ? അവിടെ എപ്പോഴും വഴക്കും ബഹളവും ഒക്കെയാ സാർ. നൈബേഴ്സുമായിട്ടും വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. പിന്നെ റൂബിന് ആ പാവ സ്നേഹയ്ക്ക് ഒരു സമാധാനവും കൊടുക്കില്ലായിരുന്നു സാർ.